വിളിച്ചായിരുന്നേ? അതെപ്പോ? കുറച്ചു നേരത്തെ. നീ തിരക്കിലായിരുന്നേ. ഓ, എന്നിട്ട്? ഞാനത് കൊണ്ടുകൊടുത്തു. പക്ഷേ അവന് വാങ്ങാൻ കൂട്ടാക്കിയില്ല. അതെന്താ? നീ എന്തിനാ അവന് കൊണ്ടുകൊടുക്കാൻ നിന്നെ? ആന്റിക്കൊരു ഹെൽപ്പ് ആവുമല്ലോ എന്ന് കരുതി. ജുവലിനോട് കുറെ പറഞ്ഞു നോക്കി, അവള് കേൾക്കുന്നേ ഇല്ല. അല്ല, എന്നിട്ട് മര്യാദക്ക് കൊണ്ടുകൊടുത്തപ്പോ അവനത് വാങ്ങിയില്ല. അവൻ പറയാ, ഞാൻ എന്റെ അമ്മയോടല്ലേ കൊണ്ടുവരാൻ പറഞ്ഞേ, നീ എന്തിനാ കൊണ്ടുവന്നേന്ന്. അപ്പൊ എനിക്കും ദേഷ്യം പിടിച്ചു. ആ കീയും കൊണ്ട് ഞാൻ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാൻ വിചാരിച്ച്. അപ്പോ അവന് കയ്യിലിരിക്കുന്ന കീ തട്ടിപ്പറിക്കാൻ നോക്കി. എന്നിട്ട് ഞാൻ ചെളിയിൽ വീണു. അയ്യോ, എന്നിട്ട് നിനക്കൊന്നും പറ്റിയില്ലല്ലോ? ഒന്നും പറ്റിയിട്ടൊന്നുമില്ല. പക്ഷേ എന്റെ ഡ്രസ്സിൽ മുഴുവനും ചെളിയായി. ആ, അതാണല്ലേ നീ ഡ്രസ്സ് മാറ്റിയിരിക്കുന്നേ? ആ, പിന്നെ ഞാൻ വീട്ടിൽ പോയി ചെളിയൊക്കെ കഴുകി ഡ്രസ്സ് മാറ്റി വന്നതാ. ഇതിനാണോടാ നീ ഇങ്ങനെ സാഡായിരിക്കുന്നേ? അത് കഴിഞ്ഞില്ലേ, പോട്ടെ. എന്തായാലും സംഭവിക്കാനുള്ള സംഭവിച്ചു. ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് എന്താ കാര്യം? പിന്നെ നേരത്തെ ഇട്ട ഡ്രസ്സിനേക്കാളും എനിക്ക് ഒന്നുകൂടെ ഇഷ്ടായത് ഇതാ. ദേവു, എനിക്ക് ഡ്രസ്സിൽ ചെളി ആയതിനല്ല കുഴപ്പം. പിന്നെ ക്രിസ്റ്റി വീട്ടിലേക്ക് വന്നിരുന്നേ. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ മാറി ഇങ്ങോട്ടേക്ക് വരാൻ നിൽക്കുകയായിരുന്നേ. അവരെന്തിനാ അങ്ങോട്ട് വന്നേ? പാറൂസി ഞാൻ വരുന്നത് കാണാഞ്ഞിട്ട് അവള് ക്രിസ്റ്റീന്റെ അടുത്തേക്ക് പോയിരുന്നേ. ഞാൻ വീട്ടിലുണ്ടായെന്ന് നോക്കാൻ വന്നതായിരിക്കും. ആ ടൈമിനാ സച്ചിൻ, നന്ദൂട്ടൻ, ഉസ്മാനൊക്കെ അങ്ങോട്ട് വന്നേ. എന്നിട്ട് എന്തിനാ ഡ്രസ്സ് മാറി എന്നൊക്കെ ചോദിച്ച്. ജ്യൂസ് ആയതാ, കഴുകിയിട്ട് പോകുന്നില്ല, അതാ ഡ്രസ്സ് മാറി എന്ന് പറഞ്ഞ്. അതേതായാലും നന്നായി. ക്രിസ്റ്റി നിന്നെ ചെളിയിലേക്ക് ഉന്തിയിട്ടാന്ന് പറയുമ്പോ അവർക്കൊക്കെ ദേഷ്യം പിടിക്കില്ലേ? അത് തന്നെ പ്രശ്നം. അതിന് അവർക്കതറിയില്ലല്ലോ, നീ പറയാനും പോണ്ട. അവരതറിഞ്ഞു. എങ്ങനെ? ഞാൻ ചെളിയിലേക്ക് വീകുമ്പോ ക്ലാര ഉണ്ടായിരുന്നു അവിടെ. അവളെല്ലാം കണ്ടിട്ടുണ്ട്. അവള് ഞാൻ വന്ന ഉടനെ തന്നെ അവരെ മുമ്പിലിട്ട് തന്നെ ചോദിച്ചു. ഇനിയിപ്പോ പ്രശ്നം എന്തെങ്കിലും ഉണ്ടാവോ ദേവു? നീ ടെൻഷൻ അടിക്കണ്ട, ഒന്നും ഉണ്ടാവത്തില്ല. അല്ല, ക്രിസ്റ്റി ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ? ഇല്ല, കുറച്ച് കഴിഞ്ഞ് വരാന്നാ പറഞ്ഞേ. നന്ദു, നീ എന്തിനാ എന്നെ വിളിച്ചേ? എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. പറ, എന്താ കാര്യം? അത് പിന്നെ എന്താ, പറ. ഞാനിത് നിന്നോട് പറഞ്ഞ നിനക്ക് ഇഷ്ടാവോ എന്നൊന്നും എനിക്കറിയില്ല. നീ പറ, നീ പറഞ്ഞാലല്ലേ എനിക്ക് എന്താന്ന് അറിയത്തുള്ളൂ. തുമ്പേച്ചി, എനിക്കിത് കേട്ടിക്കൊണ്ട. നന്ദു അല്ലേത്? ഞാൻ എങ്ങനെ പറയാ? എനിക്ക് നിന്നെ പണ്ട് മുതലേ ഇഷ്ടവാ. ഇത് ഞാൻ എങ്ങനെ ഇത്രയും കാലം പറയുന്നു വിചാരിച്ചു നിൽക്കായിരുന്നേ. എന്നെയോ? നന്ദുവിനെ എന്നെ ഇഷ്ടായിരുന്നോ? നീ എന്താ ഒന്നും പറയാത്തേ? അതെ, എനിക്കും നിന്നെ ഇഷ്ടായിരുന്നേ. ആദ്യം നീ പറയട്ടെ എന്ന് കരുതി. ആഹാ, അത് കൊള്ളാലോ. ജുവൽ, നീ എന്തേ, നിനക്ക് വിശ്വാസായില്ലേ? സത്യം ഞാൻ പറഞ്ഞത്, എനിക്കും നിന്നെ ഇഷ്ടവാ. ഓ, ഇതിനായിരിക്കില്ലേ നന്ദു വിളിച്ചേ? അവളോട് നേരിട്ട് പറയാൻ കഴിയാത്തത് കൊണ്ട് എന്നോട് പറഞ്ഞ ഞാൻ അവളോട് പറഞ്ഞോളുമെന്ന് കരുതിയിട്ടുണ്ടാവും. തുമ്പി, അവള് പോയല്ലോ. ഇതൊക്കെ അവള് കേട്ടിട്ടുണ്ടാവും. ഈ പിശാച് എപ്പോഴാ കേറി വന്നേ? അത് മാത്രല്ല, ജുവലിന് എന്നെ ഇഷ്ടാന്നല്ലേ പറഞ്ഞേ? എന്റെ ഈശ്വരാ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇത്ര പെട്ടെന്ന് നന്ദു അത് പറയുന്നേ ഞാൻ ഒട്ടും കരുതിയില്ല. ഇവളെന്താ ഒറ്റയ്ക്ക് സംസാരിക്കുന്നേ? ജുവൽ, ക്ലാര, നീ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നേ? ഞാൻ നിന്നെ ഇടയ്ക്ക് തിരഞ്ഞു. ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. അതെന്താ? അത് പിന്നെ നന്ദൂട്ടൻ എന്നോട് ഇഷ്ടാന്ന് പറഞ്ഞു. എന്ത്? സത്യാണോ കേൾക്കുന്നേ? അതെ ക്ലാര. ആഹാ, ഇത് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലോ. അതെ. എന്നിട്ട് നീ എന്ത് പറഞ്ഞു അവനോട്? നീ എല്ലാം തുറന്നു പറഞ്ഞോ? ഓഹോ, അപ്പോ നിങ്ങൾ സെറ്റായല്ലേ? എന്ത് സെറ്റാവാനേ? നന്ദു ചേട്ടൻ തുമ്പി ചേച്ചിയെ നോക്കൂ. അല്ല, ഇനിയിപ്പോ നന്ദൂട്ടനെ ജുവലിന് ഇഷ്ടം കാണുമോ? അവളോട് നന്ദു പറഞ്ഞു എന്നല്ലേ പറഞ്ഞേ? ഇനിയിപ്പോ ആരോടാ ചോദിക്കുക? തുമ്പി ചേച്ചിയോട്
ശരിട്ടാ നന്ദു.